രമേശ് ചെന്നിത്തല അവിടെ 63 MLA-മാരിൽ ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ ലഭിച്ച KC വേണുഗോപാൽ ഒരു ത്യാഗം സഹിക്കുകയാണ്. താൻ ഒഴിയുകയാണ്. പാർട്ടി സംസ്ഥാനത്ത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്ന് KC വേണുഗോപാൽ പ്രഖ്യാപിക്കുകയാണ്. KC വേണുഗോപാൽ സ്വയം ഒഴിയുകയാണ്. അങ്ങനെ ഒരു ത്യാഗം, പാർട്ടിക്ക് വേണ്ടി ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് KC വേണുഗോപാൽ എത്തുന്നു. അവിടെ പാർട്ടി പ്രവർത്തകർക്കിടയിലും പൊതുമധ്യത്തിലും ഒരു അധികാരത്തിന് പിന്നെ താനില്ല എന്ന ഒരു പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. അതേസമയം അവിടെ VD സതീശന് സ്വാഭാവികമായും മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ഒരു പദവി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് രണ്ട് തരത്തിലാണ് സാധ്യത. ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനമാകാം, അതല്ലെങ്കിൽ ധനകാര്യ വകുപ്പാകാം. ഇതിൽ രണ്ടിലാണ് സാധ്യത. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും മുഖ്യമന്ത്രിയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. കാരണം നേരത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ഇതൊരു സാധ്യതയാണ് രമേശ് ചെന്നിത്തലയുടെ. ഇത് ആ സാധ്യതയോട് യോജിക്കുന്നുണ്ടോ നോബിൾ? ഈ പറഞ്ഞ മുഖ്യമന്ത്രി ആകുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈവശം വയ്ക്കുക എന്ന് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കുറേ നാളെ കീഴ്വഴക്കങ്ങളിൽ നമുക്ക് കാണാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാർ തിരുവഞ്ചൂർ വന്നു, അങ്ങനെ RC വന്നു. അത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അതേ മുൻപ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നു, അതിൽ നന്നായി പെർഫോം ചെയ്ത ആളാണ്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കം, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഒരു കോംപ്രമൈസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. കാരണം ബാക്കിയുള്ള 2 പേർ VD സതീശൻ, KC വേണുഗോപാൽ, 2 പേർക്കും എത്താൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ ഒരു കോംപ്രമൈസ് മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ ആയിരിക്കും സ്വാഭാവികമായി രമേശ് ചെന്നിത്തല വരും. അപ്പോൾ സ്വാഭാവികം അദ്ദേഹത്തിന് ഈ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് ആഭ്യന്തരം VDക്ക് കിട്ടുമോ? എന്നാൽ ആഭ്യന്തരം VDക്ക് കിട്ടാനും സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു 2 പേരും ഏക അഭിപ്രായമായി പറയുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ KC ദില്ലിയിൽ തുടരും. പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം എന്ന നിലയിൽ VD സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി KC വരികയാണ്, രണ്ടാമത്തെ സാധ്യത KC വരികയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒന്നാമത്തെ സാധ്യതയാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുക എന്നത്. കാരണം നിയമസഭാ കക്ഷിയിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത് KC വേണുഗോപാലാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുത്ത് അതേ മാതൃകയിലാണെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രിയായാൽ ആ മന്ത്രിസഭയിലേക്ക് സ്വാഭാവികമായും ഞാൻ പ്രതീക്ഷിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം VD സതീശനും പരിഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം KC വേണുഗോപാൽ രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. സീനിയോറിറ്റിയിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മുന്നിലാണെങ്കിൽ പോലും അങ്ങനെയെങ്കിൽ അവിടെ രമേശ് ചെന്നിത്തലയും കൂടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് കൊടുത്തേക്കാം. ആഭ്യന്തര വകുപ്പിന് രമേശിന് കൊടുക്കാം. സ്വാഭാവികമായിട്ട് ധനവകുപ്പ് ക്ലെയിം ചെയ്യാം സതീശന്. ഉറപ്പായിട്ടും ധനവകുപ്പ് VD സതീശന് ലഭിക്കാൻ സാധ്യതയുണ്ട്.